കാശ് മേടിച്ച അതിനുള്ള പണി നിങ്ങൾ എടുക്കണം. അല്ലാതെ 26 27 കോടി മേടിച്ച് കീശയിലിട്ടിട്ട് 14 കളിയിൽ 1-2 മാച്ച് മാത്രം മര്യാദ കളിച്ച് ബാക്കിയെല്ലാം 5 ബോളും 10 ബോളും 0-യും 3-4 റണ്ണൊന്നല്ല എടുക്കേണ്ടത്. കാശ് മേടിച്ച ശ്രേയസ് അയ്യരെ പോലെ പണിയെടുക്കണം. പഞ്ചാബ് കിങ്സ് 26 കോടി 75 ലക്ഷം രൂപയ്ക്കാണ് ശ്രേയസ് അയ്യരെ മേടിച്ചത്. അതിന് പകരം അദ്ദേഹം കൊടുത്തത് 11 വർഷത്തിന് ശേഷം പഞ്ചാബ് കിങ്സ് 11 IPL ഫൈനലിൽ എത്തിച്ചു. കഴിഞ്ഞ വർഷം KKRന് ട്രോഫി മേടിച്ചു കൊടുത്ത ആളാണ്. എന്നും ഒരു അവഗണനയുടെ ഒരു നിഴലിലാണ് ശ്രേയസ് അയ്യർ ഉള്ളത്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. കളിക്കളത്തിൽ വലിയ മോശമായ പ്രകടനമൊന്നും ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. പക്ഷേ കളിക്കളത്തിന് പുറത്താണോ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ശ്രേയസ് അയ്യരും BCCIയോ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന IPL മാനേജ്മെന്റോ ഒക്കെ ക്ലബ്ബുകളൊക്കെ ആയിട്ട് എന്തൊക്കെ ഉണ്ട്. അതിൻ്റെതായ ഒരു അവഗണന എപ്പോഴും പുള്ളിക്കുണ്ട്. കഴിഞ്ഞ വർഷം BCCIയുടെ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തായി. കപ്പ് മേടിച്ച് കൊടുത്തിട്ടും KKR അദ്ദേഹത്തെ റിട്ടേൺ ചെയ്തില്ല. പക്ഷേ ഇതിനെല്ലാം മറുപടി അദ്ദേഹം കൊടുക്കും. രഞ്ജി ട്രോഫി, ഇറാനി ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഇതെല്ലാം നേടിക്കൊണ്ട് ഇവരുടെയൊക്കെ വായ അടപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഇതാ പഞ്ചാബ് കിങ്സിലെ ചരിത്രത്തിൽ വെറും 2ാം തവണ മാത്രമാണ് അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. RCBയുമായിട്ട് നാളെയാണ് മത്സരം. വിരാട് കോഹ്ലിയുടെ കഞ്ഞിയിൽ ശ്രേയസ് അയ്യർ പാറ്റയിടുമോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ.